വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സർക്കാരിൻ്റെ അടിയന്തര ധനസഹായം. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താക്കുറിപ്പ്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തബാധിതരെ എല്ലാവർക്കുമാണ് സഹായം ലഭിക്കുക. 10,000 രൂപ വീതമാണ് അടിയന്തര സഹായം നൽകുക. ഒപ്പം തന്നെ 300 രൂപ വീതം പ്രായപൂർത്തിയായ ഒരാൾക്ക് നൽകുകയും ചെയ്യും. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, സർക്കാർ പ്രഖ്യാപിച്ച ആശ്വാസ ധനസഹായം പുറമെ ഇപ്പോൾ അടിയന്തര ധനസഹായമാണ്. ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും 10,000 രൂപ വീതം മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറാൻ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്? തീർച്ചയായും ഏതായാലും വയനാടുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രവർത്തനങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ് അവിടെ രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്കുള്ള കരുതൽ അതുകൂടി സർക്കാർ ഒരുക്കുന്നത്. അതിൽ പ്രധാനമായും മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരിതബാധിതരായ എല്ലാവർക്കും ഈ സഹായം ലഭിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ വീതമായിരിക്കും പ്രതിദിനം നൽകുക. ഇപ്രകാരം ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്കായിരിക്കും ഇതിന്റെ ആനുകൂല്യം ലഭ്യമാകുക. കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ആ കുടുംബത്തിലെ 3 പേർക്ക് ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 30 ദിവസത്തേക്കായിരിക്കും ഈ തുക ഇവർക്ക് നൽകുക. ഏതായാലും ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി 10,000 രൂപ അനുവദിക്കാൻ തീരുമാനിച്ച കാര്യവും മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട്. അതിനു പുറമെ ഇവർക്ക് ക്യാമ്പുകളിൽ നിന്നും മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ വാടക നിശ്ചയിച്ച് ഈ വാടക വീടുകൾ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. സിജു, ഏറ്റവും പ്രസക്തമായ ചില കാര്യങ്ങൾ, അതായത് കിടപ്പ് രോഗികളായ കുടുംബങ്ങളുള്ള വീടുകളിലുള്ളവർക്ക് ഈ സഹായം ഈ 2 പേർക്കെന്നുള്ളത് 3 പേർക്കാക്കി നൽകുമെന്ന് മുഖ്യമന്ത്രി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ടല്ലോ ഷീജ. തീർച്ചയായും സിജു, ആ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതായത് പ്രായപൂർത്തിയായ ഒരു കുടുംബത്തിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ എന്ന രീതിയിൽ ഒരു ദിവസവും നൽകും. അത് ഇപ്രകാരത്തിൽ ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്ക് ആയിരിക്കും ഇതിന്റെ ഈ ആനുകൂല്യം ലഭിക്കുക എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളുള്ള കുടുംബങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം 3 പേർക്ക്, ഒരു കുടുംബത്തിലെ 3 പേർക്ക് എന്ന രീതിയിലായിരിക്കും ലഭിക്കുക.